ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കർണാടകയിലാണുള്ളത് കേട്ടോ. അപ്പം നമ്മളൊരു കർണാടകയിലുള്ളൊരു റിസോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചുറ്റും വലിയ കാടുകളാണ്. ആ കാടിൻ്റെ നടുവിലൂടെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാടിൻ്റെ നടുവിലായിട്ടുള്ളൊരു റിസോർട്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റിസോർട്ടിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും നല്ല ഫോറസ്റ്റ് നമുക്ക് വലിയ ഫോറസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൻ്റെ അകത്തേക്ക് കയറിയതാട്ടോ. അപ്പോൾ നമ്മളെ പുറകിലും കാണുന്നതും അതേപോലെ തന്നെ വലിയ ഫോറസ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ വലിയ ഫോറസ്റ്റിനുള്ളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു നടുക്ക് കിടക്കുന്നൊരു റിസോർട്ടായിട്ടത്. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ എൻട്രൻസ് ആട്ടോ. ഇവിടെ ഒരു ആനയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ കർണാടകയിലെ ഡാൻഡലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ അപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ മക്കളും എല്ലാവരും ഉണ്ട്. പിന്നെ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഹസ്ബൻഡിൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു ടൂർ പോലെ ട്രിപ്പ് പോയതാണ് കേട്ടോ അവിടേക്ക്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അകത്തായി കാണുന്നത് നമ്മളെ റൂമാണിത്. അപ്പോൾ ഇവിടെ നല്ല ചെങ്കല്ലൊക്കെ വെച്ചിട്ടാണ് അവർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് AC ഇടാതെ തന്നെ അവിടെ നിന്ന് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പുള്ള സ്ഥലം കൂടിയായിരുന്നു. പിന്നെ നമ്മളിതാ ലഞ്ച് കഴിക്കാനിരിക്കുക കേട്ടോ. ഒന്ന് ലഞ്ച് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ലഞ്ച് വാങ്ങിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം നല്ല ഐറ്റംസ് ഉണ്ട്. നോർത്ത് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഫുഡ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സേമിയ പായസം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ കുട്ടികളും നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നു. നോർത്ത് സൗത്ത് ഇന്ത്യത്തെ അത്യാവശ്യം നല്ല ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. നമ്മളെ മോനിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ലഞ്ചൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ടൈം ആട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൊക്കെ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. നല്ല രസമുണ്ടായിരുന്നു. ഓവർ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഫോറസ്റ്റിൻ്റെ നടുക്കായത് കൊണ്ടായിരിക്കും. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ സ്പേസിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ ഒരു പൂളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂളിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂള് നമുക്ക് പറഞ്ഞിട്ടുള്ള പൂള് മറ്റൊരു സ്ഥലത്താണ്. അപ്പോൾ ഇതവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൂളാണ്. അപ്പോൾ നമ്മളത് പോയി കണ്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വരിക കേട്ടോ. പിന്നെ അവിടെ എന്താ ഒരു ഓറഞ്ച് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ടു നോക്കി. പിന്നെ നമ്മളിതായിപ്പോൾ റോഡിലേക്ക് കടന്നു കേട്ടോ. അന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ റിസോർട്ടിലേക്ക് കിടക്കാൻ. പിന്നെ നമ്മുടെ അവിടുത്തെ കുട്ടികളെല്ലാവരും ഗെയിമിങ്ങിലാട്ടോ. അപ്പോൾ കുറേ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാരംസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുന്ന് നമ്മളെ റിസോർട്ടിൻ്റെ താഴേക്ക് മുകളിൽ നിന്ന് റോട്ടിൽ നിന്ന് ഇങ്ങനെ താഴേക്കുള്ളൊരു വേലാട്ടോ അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് താഴോട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫുഡ് കോർണർ അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോകണം. അപ്പോൾ നമ്മളിതാ കുട്ടികളായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു അരുവി ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പുറത്തെ ലേക്കത്ത്. അപ്പോൾ അത് പ്രകൃതിനൊക്കെ അതുപോലെ സംരക്ഷിച്ചിട്ടാണ് അവർ റിസോർട്ട് പണിതേക്കുന്നത്. അതായത് ഒന്നും നശിപ്പിക്കാതെ ആ അരുവി താഴത്തോട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം അവിടെ കാണുന്ന ഒരു ടെൻറ്റ് സ്റ്റേ ആട്ടോ. അത് ടെൻറ്റ് പോലെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി നമുക്കതൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ മാത്രമേ ടെൻറ്റ് പോലെയാണ് അവരെ റൂമുകളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മരങ്ങളൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ട് സൈഡിൽ ഇങ്ങനത്തെ ഗ്രാസുകളൊക്കെ നല്ല ഹൈറ്റിൽ വരുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ എല്ലായിടത്തും കൂടെ നടന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഇത് രാത്രിയിലെ ക്യാമ്പ് ഫയറൊക്കെ നടത്താനുള്ള സ്ഥലമാട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റുള്ള സമയത്ത് നമ്മൾ അവിടെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അവിടെ എല്ലായിടത്തും നടന്നു. അപ്പം രസമായിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് അവിടെ ഉള്ളൊരു കുളമാട്ടോ. അതൊന്ന് സ്വിമ്മിങ് കുളമൊന്നുമല്ല, അത് നോർമലായിട്ടുള്ളൊരു കുളമാണ്. അതിൽ അത്യാവശ്യം നല്ല മീനുകളുണ്ടായിരുന്നു. ഇനി ഇവിടെ വളർത്തുന്നതാണ് എന്തോന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതിൽ സ്വിമ്മിങ് ഒന്നും ചെയ്യാറില്ല. സാധാ ഒരു കുളമാണ്. അപ്പം പൂളൊന്നുമല്ല, നമ്മളെ സ്വിമ്മിങ് പൂളൊന്നുമല്ല കേട്ടോ. പിന്നെ അത് കുറേ റൂമുകളാട്ടോ കാണുന്നതൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗ്ലാസ്സിലും പുറകിലൊക്കെ ഗ്ലാസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ നേരിട്ട് നമുക്ക് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കാണുന്ന രീതിയിലാണ് ആ റൂമുകളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള സമയം കൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ആരും ഇല്ല. അപ്പോൾ നമുക്ക് വന്നിരിക്കാനൊക്കെ അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇത് ടെൻറ്റ് കേട്ടോ. ഒരു 1 ടെൻറ്റ് എന്നുള്ളതിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാന്നുള്ള രീതിയിൽ അവിടെ കുറേ ടെൻറ്റുകളുണ്ട്. നമുക്ക് രാത്രിയിൽ അതിൽ ചെയ്യണേ. പിന്നെ ഇതാട്ടോ നമ്മളെ പൂൾ ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പൂളായിരുന്നു. അപ്പോൾ നമ്മൾ സമയം കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെയാണ് നമ്മൾ പൂളിൽ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ അവിടെ നിന്ന് ലഞ്ച് കഴിഞ്ഞ ഉടനെ അവിടേക്ക് ഒന്ന് ചുറ്റി കണ്ടുവന്ന് മാത്രം. അത്യാവശ്യം നല്ല ആഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ പൂള്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കാണുന്നതൊക്കെയാണ് നമ്മളെ റൂമുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അവരൊക്കെ നല്ല ഓടിക്കളിയിലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓരോ സ്ഥലം ഇങ്ങനെ വിശദമായിട്ട് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നൈറ്റായപ്പോൾ ഫോറസ്റ്റിൻ്റെ നടുക്കായതുകൊണ്ടായിരിക്കും നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഒന്നാകെ മഞ്ഞുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൂൾ ടൈം ആട്ടോ. പൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു റെയിൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളെ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മളെ കുട്ടികളായിട്ട് വീണ്ടും ഇറങ്ങി. നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ മഞ്ഞുണ്ട് കേട്ടോ, നല്ല മഞ്ഞാണ്. അപ്പം നന്നാക്കി മൂടി കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിന്നർ ടൈമാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിന്നർ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അടിപൊളി ഡിന്നറൊക്കെ ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഗീ റൈസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മളെ കുട്ടികൾക്ക് കൂടുതലിഷ്ടം. ഗീ റൈസ് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ നല്ല സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കണ്ടിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ അത് കുട്ടികൾ 2 പീസൊക്കെ എടുത്തു കേട്ടോ. നമ്മളതൊക്കെ എടുത്തിട്ട് പോയി. പൂളിൽ നിന്ന് എണീറ്റ് വന്നതാണ്. അതാണ് എല്ലാവരും മുടിയൊക്കെ ഇങ്ങനെ. മോളൊക്കെ പൂളിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നേക്കാണ്. ഇതാട്ടോ നമ്മൾ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നർ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ചപ്പാത്തി അത്യാവശ്യം നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ തന്നെ കാണാം. അത്യാവശ്യം നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന തിരക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി രാത്രിയിലെ നമ്മളെ റിസോർട്ടിൻ്റെ കാഴ്ചകളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുഡ് ലൈറ്റ് പോലെ മൊത്തമായിട്ട് ലൈറ്റ് ഇട്ടിട്ട് പിന്നെ ഗ്രീന് ഇലകളും എല്ലാം കൂടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടികളുടെ ക്യാമ്പ് ഫയർ ആട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി കുറേ പാട്ടുകളൊക്കെ പാടി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്യാമ്പ് ഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ആ രാത്രിയിലെ റിസോർട്ടിൻ്റെ കാഴ്ചകൾ. കുഞ്ഞു ലൈറ്റ് ഇരുട്ടിലിങ്ങനെ ലൈറ്റ് മിന്നുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ക്യാമ്പ് ഫയർ ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. അങ്ങനെ ക്യാമ്പ് ഫയർ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞു. ഇതാ അപ്പം എല്ലാവരും കൂടി കുറച്ച് നന്നായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മൊത്തം ക്യാമ്പ് ഫയറിൽ എല്ലാവരും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും റൂമിലേക്ക് കിടന്നുറങ്ങാൻ പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ട്രിപ്പിൽ മൊത്തം ആൾക്കാരാണ് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണിച്ചത്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ കർണാടകയിലെ ഡാൻഡേലിയിലുള്ളൊരു റിസോർട്ടിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു റിസോർട്ട് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഡാൻഡേലിയിലെ റിസോർട്ടിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം.